വരുന്ന 15 കൊല്ലം ഭയാനകമായ കൊല്ലങ്ങളായിരിക്കും. ഇനി വരുന്ന 15 ശേഷം ഏറ്റവും ഭയാനകമായിരിക്കും. പക്ഷേ ഈ വരുന്ന 15 കൊല്ലം വളരെ ഭയാനകമായിരിക്കും. ഇത് നിങ്ങൾ ചിന്തിക്കാം. ആ 15 കൊല്ലത്തിനുള്ളിൽ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടും. ഇത് സംശയിക്കണം വേണ്ട, അതിൽ യാതൊരു സംശയം വേണ്ട. 15 ഞാൻ കൂട്ടി പറഞ്ഞ 15 ഇല്ല. ഇനി വരുന്ന 15 കൊല്ലം ഭയാനകമായ കൊല്ലങ്ങളാണ്. അതിനിടയിൽ ഇമാം മഹ്ദി വരും. സംശയിക്കണ്ട, സംശയിക്കുക വേണ്ട. അതിലേക്കുള്ള ലക്ഷണം കണ്ടു തുടങ്ങി. എന്താ ലക്ഷണം? എപ്പോഴാണ് ഇമാം മഹ്ദി വരിക? ജനങ്ങളിൽ മുഴുവൻ അക്രമവും അരാജകത്വവും വളരും. മനുഷ്യന്റെ മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു റസൂൽ എടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. എന്തൊരു കാര്യം വരികയാണെങ്കിലും ഒരു ദീനിയായ ശരീഅത്തിന്റെ കാര്യത്തെ എതിർക്കുന്നത് ആദ്യമായി ഇന്നിപ്പോ മുസ്ലിമീങ്ങളാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു മിനൽ റിജാലി അൽ മുതശബ്ബിഹീന ബിന്നിസാ വമിനൻ നിസാഇ അൽ മുതശബ്ബിഹാതി ബിർരിജാൽ. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീവേഷം ധരിക്കുന്നവരെയും സ്ത്രീകളിൽ നിന്ന് പുരുഷവേഷം ധരിക്കുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാഹു ലം തുഖ്റജിൻ ദുനിയാ മിനൽ അദമി. ലൗലാഹു നബി ഇല്ലായിരുന്നുവെങ്കിൽ ലം തുഖ്റജിൻ ദുനിയാ മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകലിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടുവരില്ലായിരുന്നു. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് റിവായത്തുകൾ ഇത് സംബന്ധമായി കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് അവകാശി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജം നൽകിയ ഹബീബായ നബിക്കാണ്. കഅബാലയം പുതുക്കി പണിതപ്പോൾ മഹാനായ സയ്യിദ് ഇബ്രാഹിം പ്രാർത്ഥിച്ചത് ഈ നബിക്ക് വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹിലും ഖലമിലും അർശിലും കുർസിയിലും എഴുതി വെച്ച നാമം മുഹമ്മദ് മുസ്തഫയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് എഴുതാത്ത ഒരു രേഖയില്ല ലോകത്ത്. അള്ളാഹുവിന്റെ അദൃശ്യ ലോകങ്ങളുടെ എല്ലാം അടയാളമാണ്, ഒരു അലാമത്ത്, ഒരു നിശാനി, അതിന്റെ ഒരു മുദ്രയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ സയ്യിദ്ന ആദം അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കി. فرأيت في أشجار الجنة وفي أغصان أشجار الجنة وفي أوراق أشجار الجنة مكتوبا بلا إله إلا الله محمد رسول الله. അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കി. സ്വർഗത്തിലെ മരങ്ങളിലും അതിന്റെ ചില്ലകളിലും അതിന്റെ ഇലകളിലും എഴുതി വെച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ. എവിടെയും അക്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ കോപ്പകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുദ്രണം ചെയ്യപ്പെട്ടതായി. സ്വർഗത്തിന്റെ കോപ്പകളുടെ സ്പൂണുകളിൽ, സ്വർഗത്തിന്റെ അക്വാബിലും അതിന്റെ മലായക്കകളിലും സ്വർഗത്തിലെ സുഹൂനുകളിൽ പാത്രങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. മക്തൂബൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫറഅയ്തു ഫീ ഖവാഇമിൽ അർശി, അർശിന്റെ തൂണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മക്തൂബൻ എഴുതപ്പെട്ടതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതപ്പെട്ടതായി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുന ആദം അലൈഹിസ്സലാം. എവിടെയും പുണ്യ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ നാമത്തോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തെ ചേർത്ത് വെച്ചു. ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു വശഖാലഹു മിൻ ഇസ്മിഹി ലുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നാമത്തിലേക്ക് നാമത്തെ ചേർത്ത് വെച്ചു. അതാരാ? മുഹമ്മദ് മുസ്തഫയാണ്. ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. ലോക ചരിത്രത്തിൽ അംബിയായില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ബാങ്ക് കൊടുത്തത് മുഹമ്മദ് മുസ്തഫക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ബാങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ചു ആരെ? പുണ്യ റസൂലിന്റെ നാമത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നബിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നാമത്തിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടില്ല, ഒരു നബിക്കും ഇല്ല. ആദമിന്റെ നാമം അല്ലാഹുവിന്റെ നാമത്തിൽ നിന്ന് എടുത്തതല്ല. ഈ നബിക്ക് വേണ്ടി കീറിയെടുത്തു അല്ലാഹുവിന്റെ നാമത്തിൽ നിന്ന് അല്ലാഹു തആല ലിയുജില്ലഹു, ഈ നബിയെ വളർമയെ ലോകത്തിന് അറിയിക്കാൻ വേണ്ടി. ഫദുൽ അർശി മഹ്മൂദുൻ, അല്ലാഹു മഹ്മൂദാണെങ്കിൽ വഹദാ മുഹമ്മദുൻ, ഇയാൾ മുഹമ്മദാണ്. അല്ലാഹു മഹ്മൂദാണ്, ഇയാൾ മുഹമ്മദാണ്. ഇതാരെ ചൊല്ലിയത്? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. എവിടുന്ന ചൊല്ലിയത്? മദീന പള്ളിയിൽ. ആരെ തൊട്ട് മുന്നിലുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതാ ഈ വരിന്റെ പ്രത്യേകത. അതെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിലാണ് തീരെ. അപ്പോൾ ഹദീസ് ഷരീഫ് സ്വഹീഹായ ഹദീസാണ്. എന്ത്?
وشقى له من اسمه ليجله فذو العرش محمود وهذا محمد. അള്ളാഹു മഹ്മൂദ് ആണെങ്കിൽ ഈ ആൾ മുഹമ്മദാണ്. നീ ഈ ആൾ തന്നെ മഹ്മൂദുമാണ്, ഈ ആൾ മുഹമ്മദുമാണ്. മുഹമ്മദ് മുസ്തഫ അങ്ങനെ സൃഷ്ടിയില്ല. അള്ളാഹുവിന്റെ നാമത്തിന് എടുത്തു കൊടുത്തതാണ്. അവൻ മഹ്മൂദാണ്. എന്തുകൊണ്ട്? എല്ലാവരും സ്തുതിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അപ്പൊ അള്ളാഹു മഹ്മൂദാണ്, സ്തുതിക്കപ്പെടേണ്ടവൻ. അതേ വാക്ക് ഈ മനുഷ്യന് പേരുണ്ട്. മഹ്മൂദ് എന്ന് പേരുണ്ട്, മുഹമ്മദ് എന്ന് പേരുണ്ട്. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സയ്യിദുൽ കൗനൈനാണ്, ഈ ലോകത്തിന്റെ പരലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ എല്ലാ വേദഗ്രന്ഥങ്ങളെയും ജനങ്ങൾ കൈകടത്തി മാറ്റിത്തിരുത്തി ഈ വേദഗ്രന്ഥത്തിൽ തൊടാൻ അവകാശമില്ല. എന്തുകൊണ്ട്? ഇയാൾ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. സൃഷ്ടികൾക്ക് നേതാവായി അള്ളാഹു നിശ്ചയിച്ചതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അങ്ങനെയാണ്. ഇബാദത്ത്, വാച്യമായ ഇബാദത്തെല്ലാം ഈ വ്യക്തിയുടെ സ്വലാത്തിനാലല്ലാതെ പൂർത്തിയാവുകയില്ല. ഒരു വേദഗ്രന്ഥവും ആ പ്രവാചകന്റെ മേൽ സ്വലാത്തിനാൻ കൽപ്പിച്ചിട്ടില്ല. ഇല്ലാരി മുഹമ്മദി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഒരു വേദഗ്രന്ഥവും ആ പ്രവാചകനെ ഇങ്ങനെ കീർത്തനം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. ഇല്ലാരി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അള്ളാഹു അറിയിക്കുകയും ചെയ്തു, ഈ സൃഷ്ടിയുടെ മേൽ അള്ളാഹു സ്വലാത്ത് പറഞ്ഞുകൊണ്ടേയുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അങ്ങനെ വേറെ നബി ഇല്ല, വേറൊരു നബിയും ഇങ്ങനെയില്ല, ഒന്നുമില്ല. അപ്പോൾ നബിമാർക്കും നബിയാണ് മുഹമ്മദ് മുസ്തഫ സ്വാറ നബി അൽ-അംബിയ. എല്ലാ നബിമാർക്കും മേലെയാണ്, എല്ലാ നബിമാർക്കും നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് ഈ മഹാന്റെ മുസ്തഫ നബിയുടെ പ്രത്യേകത. സാഹിബ് താജ, കിരീടാവകാശിയാണ്. എല്ലാവരുടെയും മേലെ ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ കാണിക്കാം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിരീടാവകാശിയാണെന്നതിന് വേറെയും തെളിവുകൾ കാണിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഖസായിസുൽ കുബ്രയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ശറു ഫീ 70,000 മലക്കിൻ. മഹ്ശറിൽ ഹബീബായ നബി വരിക 70,000 മലക്കുകളുടെ കൂട്ടത്തിലായിരിക്കും. 70,000 മലക്കുകളുടെ നടുവിലാണ് റസൂൽ വരിക. അതാണ് കിരീടാവകാശിയാണ്, ഒരു രാജാവാണ്. അങ്ങനെ ഒരു നബിയും വരില്ല. ഇവിടെ എന്തിനാ നമ്മൾ തെളിവ് കൊടുക്കേണ്ടത്? മുഹമ്മദ് മുസ്തഫ ആരാണ്? കിരീടാവകാശി, സാഹിബു താജ്, കിരീടാവകാശിയാണ്. താജ് എന്നാൽ കിരീടം, സാഹിബു താജ് കിരീടാവകാശി. മുഹമ്മദ് മുസ്തഫ കിരീടാവകാശിയാണ്. എന്താ പ്രത്യേകത? എല്ലാ നബിമാരും വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വരവല്ല. 70,000 മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് ഹബീബാ നബി മഹ്ശറിൽ വരിക. 70,000 മലക്കുകൾ ഇങ്ങനെ വളരെ റസൂലുള്ളാഹിനെ ആരൂഢനായ, ബുറാഖിൽ ആരൂഢനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 70,000 മലക്കുകൾ ഇങ്ങനെ ആനയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പോലെയല്ല, അന്ന് റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കുന്നത്. ഉൾപ്പെടുത്തണമേ റബ്ബേ, നിന്റെ മഹലായ ഉൾപ്പെടുത്തണമേ റബ്ബേ. ആ ദിവസം നീ ഒഴിവാക്കരുത്, ആക്കി തരണമേ റബ്ബേ. ആ കിരീടാവകാശിയോടുകൂടെ ആക്കി തരണമേ റബ്ബേ. അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും സന്തോഷിക്കുകയും ആ ബുറാഖിന്റെ പരിസരത്ത് നിൽക്കുകയും ചെയ്യുന്നവര് നിന്റെ ഫضل കൊണ്ട് ഞങ്ങൾ അയോഗ്യരാണെങ്കിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞാൻ ഒഴിവാക്കരുത് പഠിച്ചു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ വരിക എങ്ങനെയാണ്? യൗമുൽ ഖിയാമ മഹ്ശറിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവരാ 70,000 മലക്ക്. എത്ര മലക്ക്? റസൂലുള്ളാഹി അങ്ങനെ കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സംഭവ സ്വർഗത്തിലല്ല, എവിടെ തന്നെ ഖബറിൽ റൗള ശരീഫ് എന്ന് കൊണ്ടുവരില്ല. അങ്ങനെയാണ് റൗള ശരീഫ് എന്ന് റസൂലുള്ളാഹിനെ കൊണ്ടുവരും. 70,000 മലക്കുകളെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുവരും. അരൂഢനായി ഇങ്ങനെ ചമയിച്ച് ഇങ്ങനെ കൊണ്ടുവരിക പുണ്യ റസൂലിനെ. ഒക്കെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കാം. അതിനൊക്കെ ആഗ്രഹിക്കാം, എപ്പോഴും അതിനാഗ്രഹിക്കാം, ഏത് സമയത്ത് ആഗ്രഹിക്കാം. ആഗ്രഹമാണ് വേണ്ടത്. എപ്പോഴും ആഗ്രഹിക്കണം. കുട്ടികളെ മനസ്സിൽ നിന്ന് പുറത്തു പോയാലും ഒക്കെ നഷ്ടപ്പെട്ടു. ഖിയാമത്ത് നാളാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾ ഭയാനകമായ കാര്യങ്ങൾ ആണ് നമ്മൾ പറയുന്നത്. ലോകം ഈമാൻ നഷ്ടപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എപ്പോഴും റസൂലുള്ളാഹി എപ്പോഴും ഹൃദയത്തിലുണ്ട്, ഇല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു. ഇനി റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്നല്ലാതെ അവിടുന്നാണ് ഇന്ന് ഈമാൻ ഉണ്ടായത്. പക്ഷേ ആ ഒരു പിടിക്കയറി ഇനി ലോകത്തിന് നഷ്ടപ്പെടാനാണ് കൂടുതൽ സാധ്യത. വരുന്ന 15 കൊല്ലം ഭയാനകമായ കൊല്ലങ്ങളായിരിക്കും. ഇനി വരുന്ന 15 ശേഷം ഏറ്റവും ഭയാനകമായിരിക്കും. പക്ഷേ ഈ വരുന്ന 15 കൊല്ലം വളരെ ഭയാനകമായിരിക്കും. ഇത് നിങ്ങൾ ചിന്തിക്കണം. ആ 15 കൊല്ലത്തിനുള്ളിൽ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടും. അത് സംശയിക്കണം വേണ്ട, അതിൽ യാതൊരു സംശയം വേണ്ട. 15 ഞാൻ കൂട്ടി പറഞ്ഞ 15 ഇല്ല. ഇനി വരുന്ന 15 കൊല്ലം ഭയാനകമായ കൊല്ലങ്ങളാണ്. അതിനിടയിൽ ഇമാം മഹ്ദി വരും. സംശയിക്കണ്ട,
സംശയിക്കേണ്ട. അതിലേക്കുള്ള ലക്ഷണം കണ്ടു തുടങ്ങി. എന്താ ലക്ഷണം? എപ്പോഴും ഇമാം മഹദി വരിക? ജനങ്ങളിൽ മുഴുവൻ അക്രമവും അരാജകത്വവും വളരും. മനുഷ്യന്റെ മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു റസൂൽ എടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്. എന്തൊരു കാര്യം വരികയാണെങ്കിലും ഒരു ദീനിയായ ശരീഅത്തിന്റെ കാര്യത്തെ എതിർക്കുന്നത് ആദ്യമായി ഇന്നിപ്പോ മുസ്ലിമീങ്ങളാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന അല്ലാഹു മിനൽ റിജാലി അൽ മുതശബ്ബിഹീന ബിന്നിസാ വമിനൻ നിസാഇ അൽ മുതശബ്ബിഹാതി ബിർരിജാൽ. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീവേഷം ധരിക്കുന്നവരെയും സ്ത്രീകളിൽ നിന്ന് പുരുഷവേഷം ധരിക്കുന്നവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സംബന്ധമായ വിവാദമുണ്ടായിപ്പോ ഈ വിവാദത്തിൽ കൂടുതൽ അറ്റൻഡ് ചെയ്ത ആരാ? മുസ്ലിം പിള്ളേരല്ല, വലിയ വലിയ ആണുങ്ങളും പെണ്ണുങ്ങളും. പ്രായപൂർത്തിയൊക്കെ എന്നായിരുന്നു അവർക്ക്? പഠിച്ചിട്ടില്ല അവര്? പഠിച്ചു. മദ്രസയിൽ പഠിച്ചിട്ടില്ല അവര്? ഉണ്ട്. സർട്ടിഫിക്കറ്റിൽ അവർക്ക് ഉണ്ട്. എന്താ വിഷയം? അതുവരെ ഞങ്ങൾക്ക് ഇതാണ് സുഖം. ഇനി ശരീഅത്തിന്റെ ഓരോന്നും കാറ്റിൽ പറത്തുക മുസ്ലിമീങ്ങളായിരിക്കും. എന്താ കാരണം? കൽബിൽ ആരില്ല, അല്ലാഹു റസൂലില്ല. അതുകൊണ്ട് പിടിച്ച് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു കൊടുക്കണം. ഈ കാലാണ് വളരെ ശ്രദ്ധിക്കണം. ഇത് തമാശ പറയല്ല, വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. രക്ഷപ്പെടുന്നവർക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ അടുക്കാലത്തൊക്കെ പ്രസംഗിച്ചത് പലർക്കും ഒരു അലോരസമായി തോന്നാം. അള്ളാഹു സാക്ഷിയാണ്, ഒരു ദുന്യവേ ലക്ഷ്യമില്ല. അള്ളാഹു സാക്ഷിയാണ്, ഒരു ലക്ഷ്യമില്ല. എന്തുകൊണ്ട്? അത് രക്ഷപ്പെടുന്നവർക്ക് രക്ഷപ്പെടാം. അതൊരവസരമാണ്. ആഖിലുസുന്നയാണ് ഹക്കായ മാർഗം, യാതൊരു സംശയം വേണ്ട. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാം. ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ എന്താണ് ആ കാലം? ആ കാലം നിങ്ങൾ അടിമുരടിൽ പിടിച്ചു നിൽക്കണം. അലൈക്കും ബിഅസ്രി ഷജറ, മരത്തിന്റെ അടിക്കുറ്റിയിൽ പിടിച്ചു നിൽക്കണം. അലൈക്കും ബിഅസ്രി ഷജറ, മരത്തിന്റെ അടിക്കുറ്റിയിൽ പിടിച്ചു നിൽക്കണം. ഏതാ അടിക്കുറ്റി? മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രബോധകർക്ക് തന്നെ ദീൻ നഷ്ടപ്പെട്ട ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മതപ്രബോധകനായി ചമഞ്ഞു നടന്നിരുന്ന ഒരാൾ ഇപ്പോൾ ഇന്ത്യ അയാളെ പുറത്താക്കി. ഈ ആളോട് സദസ്സിൽ വെച്ചൊരാൾ ചോദിക്കുക, എന്ത് മുഹമ്മദ് നബിയെ ഒഴിവാക്കിയാലും സ്വർഗം കിട്ടൂലേ? മറുപടി, സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അടിച്ചു നോക്കി. എന്താ ദീന്? എന്താ അവർക്ക് ദീന്? മുഹമ്മദ് മുസ്തഫാനെ മാറ്റി എന്താണ് ദീന്? പിന്നെ എന്താണ് ദീന്? ഷജറത്തിന് അസ്രി മുഹമ്മദ് മുസ്തഫ അല്ലേ? മനസ്സിലായില്ലേ? അതുമൽ മാത്രമാണ് ഈ സമുദായത്തിൽ സുന്നികൾ ആക്ഷേപിക്കപ്പെട്ടത്. നബിയോടുള്ള പ്രേമം, അതാണ് എന്തിന്റെ അടിസ്ഥാനം. അതിന് മാത്രമാണ് ആക്ഷേപിക്കപ്പെട്ടത്. എവിടെ കറങ്ങിയാലും അവിടെ കിടത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ പിടിച്ചിരിക്കണം. അതിന് നഷ്ടപ്പെട്ടു. അതിന്റെ കാലം പണ്ട് കഴിഞ്ഞു. നിങ്ങൾ എഴുതി വെച്ചോളി. ഞാൻ ഈ പറഞ്ഞത് ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മൈതാനി പ്രസംഗിച്ചിട്ടുണ്ട്. എത്രയോ കൊല്ലം, 2020 ശേഷം ലോകം അടിമേൽ മറിയും. രണ്ടാമതൊരു വാക്കപ്പ ഞങ്ങളോട് പറഞ്ഞു, 15 കൊല്ലത്തിനുള്ളിൽ മഹദി വന്നിട്ടുണ്ടോ? ഈ 15 കൊല്ലം ഭയാനകമായ കൊല്ലാണ്. 15 കൊല്ലം ആവൂല മഹദി ഇമാം വരാൻ. ആവൂല. മഹദി ഇമാം വരുന്നതിന് മുമ്പ് എന്തുണ്ടാവും? അരാജകത്തുണ്ടാവും. അക്രമിയെ വാഴ്ത്തപ്പെടും, മർദ്ദിതനെ തിരസ്കരിക്കപ്പെടും. മുസ്ലിമീങ്ങൾ പോലും മുസ്ലിമീങ്ങളെ വെറുക്കും. മുസ്ലിമീങ്ങളെ വെറുക്കും. ഇവര് എന്ത് ചെയ്തവരാണ്? ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇക്കൊല്ലം വരെ നബിദിനം ഇസ്ലാമികം പോസ്റ്റ് ഒട്ടിച്ചോരാ. പാവപ്പെട്ട കുട്ടികൾ من ثنيات الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يحبون ويكرهون المسلمين ويحبون غير المسلمين وعاداتهم وتقاليدهم. അവരുടെ ആചാര മര്യാദകളൊക്കെ ഇഷ്ടപ്പെടും. ആര് വെറുക്കും? മുസ്ലിമീങ്ങളെ വെറുക്കും. വിദഗ്ധക്കാരുടെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ അതിന് ന്യായീകരിക്കാൻ ആളുണ്ടോ? ഇത് ന്യായീകരിക്കാൻ ആളുണ്ടല്ലോ. അപ്പൊ അതങ്ങനെയല്ല, ഇത് അങ്ങനെയാണ്, അത് അങ്ങനെയാണ്, അതിങ്ങനെയാണ്, അതെങ്ങനെയാണ്. പക്ഷെ നബി ഇങ്ങനെ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ന്യായീകരിക്കാൻ ഉണ്ടല്ലോ. മുമ്പ് ഒരാളോട് എന്ത് ചെയ്തെന്നറിയോ? പലിശ കൊടുക്കാൻ വേണ്ടി
1,000 പലിശ കഴിച്ചു. ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കൊണ്ട് മൂപ്പർക്ക് പലിശ കൊടുക്കാനാണ് മടി, പൈസ കിട്ടുമാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞ് പലിശ കൊടുക്കൽ നിർത്തിയിട്ടുണ്ട്, തോണി വാടക കൊടുക്കും. ഒറ്റ വിഷയം എന്താണ് നമുക്ക് 1000 പെട്ടെന്നുള്ളത്. അപ്പൊ മൂപ്പര് 100ന്റെ നോട്ടുകൊണ്ട് തോണി ഉണ്ടാക്കി, 10 തോണി, മാസത്തിൽ 100 രൂപ വാടക. ആയിക്കോട്ടെ അമ്മ വെച്ചു പറഞ്ഞു. അമ്മ വെച്ചു ന്യായീകരണം എന്തിനുണ്ടാക്കുക, എന്തിനുണ്ടാക്കാൻ ചിന്തിക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ അടിത്തണ്ടിൽ പിടിച്ചോളി, അടിത്തണ്ടിൽ പിടിച്ചോളി. മുഹമ്മദ് മുസ്തഫാനെ മാറ്റിച്ച തൗഹീദില്ല, ഒന്നുമില്ല. നമുക്ക് എല്ലാം ഹബീബ നബി പറഞ്ഞതാ. ആ ഹബീബ റസൂലുള്ളാഹിന്റെ മഹത്വത്തിൽ കൂടുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് താജ് പഠിക്കണം. ക്ലാസ്സിൽ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കാണാൻ പഠിക്കണം, എല്ലാവരും കാണാൻ പഠിക്കണം. എന്നിട്ട് രാത്രിയൊക്കെ താജ് നിസ്കരിച്ച് ചെല്ലണം. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور كوف الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين امام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين ابي القاسم سيدنا محمد بن عبد الله نور من نور الله يا ايها المشتاقون بنور جمال صلوا عليه وعلى آله وصحبه وسلموا تسليما. തഹജ്ജുദ് നിസ്കരിച്ച് സ്വലാത്തു താജ് ചൊല്ലിയാൽ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരും, അല്ലാഹു ഉത്തരം തരട്ടെ, അല്ലാഹു ഉത്തരം തരട്ടെ. എന്താ ഉത്തരം? ഹലലില്ലാത്ത ദുനിയാവിലെ ജീവിതവും ആഖിറത്തിൽ രക്ഷപ്പെടുക. നമ്മളും നമ്മളെ ഭാര്യ മക്കളും ഈമാനിൽ തെറ്റാതെ രക്ഷപ്പെട്ടു പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും നിങ്ങൾ പെണ്ണുങ്ങളെ കുട്ടികളെ നോക്കിക്കോളി. അത്രയൊക്കെ ഇനി കഴിയുള്ളൂ, അപ്പുറത്തേക്കൊന്നും ഇനി കഴിയില്ല, ഓരോ ദിവസം കഴിയില്ല. അങ്ങനെ അവിടേക്ക് എത്തും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കലാണ് ദീന്. ഹബീബായ നബിയുടെ മഹത്വം മനസ്സിലാക്കലാണ് ദീന്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കാത്ത ഒരു സ്വഹാബി ഇല്ല. എല്ലാ സ്വഹാബിയും ഹബീബായ നബിയുടെ മഹത്വം മനസ്സിലാക്കി ഇസ്ലാമിൽ വന്നതാണ്. ഹബീബായ നബിയുടെ മഹത്വം മനസ്സിലാക്കണം, ഇതേ ചെയ്യണ്ടു. ഖുർആൻ നിറയെ ഹബീബായ നബിയുടെ മഹത്വമാണ്. മുഹമ്മദ് മുസ്തഫ. അപ്പൊ എങ്ങനെ വരിക? 70,000 മലക്കുകളുടെ കൂട്ടത്തിൽ വരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ ഏറ്റവും മഹത്തായ 2 പട്ടുവസ്ത്രങ്ങളിൽ 2 മനോഹരമായ പട്ടുവസ്ത്രങ്ങൾ ഹബീബായ നബിക്ക് അണിയിക്കപ്പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിമനോഹരമായ എന്നിട്ട് ഹബീബായ നബി വന്ന് അവിടുത്തെ സ്ഥാനം അൻയമീനിൽ അർശി, അർശിന്റെ വലഭാഗത്താണ് മുത്ത് നബിയുടെ സ്ഥാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ സ്ഥാനം അല്ലാഹു റസൂൽ ഒരാളെ ഏറ്റെടുത്ത് രക്ഷപ്പെടും. അല്ലാഹു റസൂൽ ഏറ്റെടുക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. സല്ലല്ലാഹു സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞതിന് ശേഷം ഖുദ് ബിയദി, ഹബീബായ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞതിന് ശേഷം കേൾക്കേണ്ട വാക്കാണ് എന്ത്? എപ്പോഴും ദിവസങ്ങൾ പലവട്ടം ചെല്ലാത്രയും നല്ലത്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൻ ലിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലൈക യാ ഇമാമൽ മുത്തഖീൻ, സ്വലാത്തു വസ്സലാമു അലൈക യാ റാഹിമൽ മസ്കീൻ, സ്വലാത്തു വസ്സലാമു അലൈക യാ റാഹത്തൽ ആശിഖീൻ ഒക്കെ പറ്റും. ഇതിൽപ്പെട്ട വാക്കുകൾ തന്നെ പറഞ്ഞാൽ മതി. സ്വലാത്തു വസ്സലാമു അലൈക യാ ജദ്ദൽ ഹസൻ വൽ ഹുസൈൻ യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, എന്റെ കൈ പിടിക്കണമേ. ഹീലത്തെന്നാൽ തന്ത്രങ്ങൾ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കാനുള്ളതിനാണ് ഹീലത്ത് എന്ന് പറയുക.
പോലീസ് വരുമ്പോൾ ഓടാനുള്ളത് ഒരു പ്രത്യേക ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള ഉപായത്തിനാണ് എന്ത് പറയാ, ഹീലത്ത്. എനിക്കങ്ങനെ രക്ഷപ്പെടാനുള്ള തന്ത്രമൊന്നും ഇല്ല. അതിരിക്കണേ, അതുകൊണ്ട് എന്നെ പിടിച്ചോളണമേ. കല്ലത്ത് കുറഞ്ഞതാണ്, ഹീലത്ത് എന്റെ തന്ത്രങ്ങൾ. ഞാൻ തന്ത്രം കുറഞ്ഞവനാണ്, എനിക്ക് വിവരവും തന്ത്രങ്ങളൊന്നും ഇല്ല, ഉപായം അറിയൂല, രക്ഷപ്പെടാനുള്ള ഉപായം ഒന്നും എനിക്ക് അറിയൂല. അതിരിക്കണേ, അതുകൊണ്ട് എന്നെ പിടിച്ചോളണേ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മൾ പറയാ എന്ത്, എനിക്ക് എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന് അറിയൂല, എന്നെ പിടിക്കണേ. ഇതാണ് എന്ത്, അതിരിക്കണേ. എന്റെ കൈ പിടിക്കണമേ. കല്ലത്തെ എന്റെ കയ്യിൽ തന്ത്രമൊക്കെ കുറവാണ്. അതിരിക്കണേ, എന്നെ പിടിച്ചോളണമേ, എന്നെ സൂക്ഷിച്ചോളണമേ, എന്നെ ശ്രദ്ധിക്കണേ. ഇതൊക്കെ അർത്ഥാണ് എന്തിന്, അതിരിക്കണേ, എന്നെ ശ്രദ്ധിക്കണമേ, എന്നെ പിടിക്കണമേ, എന്നെ നോക്കണമേ, എന്നെ ഒഴിവാക്കരുത്. അതിരിക്കണേ. സലാമൊക്കെ ചൊല്ലിയിട്ട് പറയേണ്ടതാണ് എന്റെ തഹജ്ജുദിന് ശേഷം എപ്പോഴും. തഹജ്ജുദിന് ശേഷം പ്രത്യേകിച്ചും സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ ഇമാം റഹ്മത്തൽ ലിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലൈക യാ ഇമാമൽ മുത്തഖീൻ, സ്വലാത്തു വസ്സലാമു അലൈക യാ ശഫീഉൽ മുദ്നിബീൻ. ദോഷികളെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം, ശഫീഉൽ മുദ്നിബീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റാഹിമൽ മസാകീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റാഹത്തൽ ആശിഖീൻ, അസ്സലാത്തു വസ്സലാമു അലൈക യാ ജദ്ദൽ ഹസൻ വൽ ഹുസൈൻ. അക്ര എന്തുകൊക്കെ ചൊല്ല, ഇങ്ങനെ എടുത്തിട്ട് എന്ത് പറയാ, യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, എന്റെ കൈ പിടിക്കണമേ. കല്ലത്തെ ഹീലത്തി, എനിക്ക് തന്ത്രമൊക്കെ കുറവാണ്, എനിക്കൊരു രംഗത്ത് രക്ഷപ്പെടാൻ അറിയാത്തവനാണ്. പിന്നെ അതിരിക്കണേ, എന്നെ പിടിച്ചോളണമേ, എന്നെ ശ്രദ്ധിക്കണേ, എനിക്ക് വിവരമൊന്നും ഇല്ല, എനിക്ക് രക്ഷപ്പെടാനുള്ള ഉപായങ്ങളൊന്നും അറിയില്ല. ഖുദ് ബിയദി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി കല്ലത്തെ ഹീലത്തി അതിരിക്കണേ. എന്നും കുട്ടികൾ ഒരു ദിവസം ഇല്ലാതെ ചെല്ലണം, മക്കൾക്ക് പഠിപ്പിക്കണം. നമ്മളെ നേതാവ് ആരെന്നെയാ, മുഹമ്മദ് മുസ്തഫ. അവിടെ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നമുക്ക് നേതാവിനെ തന്നില്ലേ, ആ നബി അറിയണം, നബി വഴിയെ പോവുള്ളൂ, ബാക്കി അവിടുന്ന് കൈകാര്യം ചെയ്യും. നമുക്ക് നിന്നെ പേടിക്കണം. ഈ ലോകത്തുള്ളവരെ മുഴുവൻ ഒതുക്കിയാലും ബാക്കിയുള്ള ഉള്ളം കയ്യാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പറഞ്ഞ്, റാഹത്ത് ഉള്ളം കൈ. സമുദ്രങ്ങളും തിരമാലകളും ഇതിനും എല്ലാം ആ ഉള്ളം കൈ മതിയായതാണ്. എന്തേ നമ്മള് അത്രയും വലിയ ഉള്ളം കൈയാണ് നബിയുടേത്. ആ ഉള്ളം കൈയിൽ നമ്മളെ പിടിച്ചാൽ നമ്മളൊന്നുമല്ല. മനസ്സിലായില്ലേ? നബിക്ക് വേറെ ആളെ പിടിക്കല്ലേ, നബിക്ക് എത്ര ആളെ പിടിച്ചാലും ആ ഉള്ളം കയ്യിൽ ഒതുങ്ങാത്ത ഒരാളും. سيد الكونين والسرج ومريم أنت زائره قد أتاه الله بالفرج فزمن قد كنت بغيته وسما في فعيد درجي صل رب العالمين على سيد الكونين والسرج. അപ്പൊ യാ കരീമൽ ജൂദി, ഈ ധർമ്മത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠന്. ആ റാഹത്ത് മുഴുവൻ, ആ ഉള്ളം കൈ മുഴുവൻ ധർമ്മത്തിൻ്റെതാണ്. യാ കരീമൽ ജൂദി, ആ ഉള്ളം കൈ ധർമ്മത്തിന്റെ, എല്ലാവർക്കും ധർമ്മം കൊയ്യണം കൊടുക്കണ ഉള്ളം കയ്യ. എന്തിന്, എത്രത്തോളം നമുക്കൊക്കെ തരാണ്ടാവോ. ഫകഫൈതൽ ബഹറ, ആ ഉള്ളം കൈ എന്തിനു മതി, ബഹറിന് മതിണ്ടോ. നമ്മള് അവർക്ക് പറയടാ പേടിക്കണ്ടട്ടാ, പേടിക്കണ്ട. അപ്പോൾ എല്ലാ രാത്രിയും പകൽ സൗകര്യമുള്ളവരൊക്കെ, സൗകര്യപ്പെടുമ്പോഴൊക്കെ ലോകത്തിന് മുഴുവൻ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നു എന്നല്ല പറഞ്ഞു, ലോകത്തിന് മുഴുവനും കരുണ ചൊരിഞ്ഞു കൊണ്ടുവന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും കാരുണ്യാണ് മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് മുഴുവൻ ഇരുന്ന് നമ്മൾ പഠിച്ചാൽ ആയത്തിനർത്ഥം പൂർത്തിയായി മനസ്സിലാക്കാൻ കഴിയും, ഒരിക്കലും കഴിയും. പരാജയപ്പെടില്ല, ഒരിക്കലും പരാജയപ്പെടും, ഒരിക്കലും പരാജയപ്പെടും. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പ്രത്യേകം സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായില്ലേ. ഖാല റസൂലുള്ളാഹി, വേറെ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ വേറെ ഹദീസിൽ കാണാം. നബി ഹുറൈറ എന്തിനാ, സാഹിബു താജാണ്, കിരീടാവകാശിയാണ്. നബി ഹുറൈറ ഇമാം മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അൽ ഖസായിസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്.
ഇമാം മുസ്ലിമിന്റെ ഹദീസ് അവർ കൊണ്ടുവരുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ആദം നബിയുടെ മക്കളുടെ എല്ലാം നേതാവ് ഞാനാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ആരാണ്? കിരീടാവകാശിയാണ്. എല്ലാവരുടെയും അന്ത്യനാളിൽ എല്ലാവരുടെയും നേതാവ് ഞാനാണ്. ഇവിടെ നേതാവായിട്ടല്ല, ഇവിടെ എന്റെ നേതൃത്വം അംഗീകരിക്കാത്തവരുണ്ടാവും, ഞാൻ നേതാവ് തന്നെ. എന്നാൽ അവിടെ എന്റെ നേതൃത്വം അംഗീകരിക്കാത്ത ഒരാൾ എല്ലാവരും നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ഞാൻ അന്ത്യനാൾ നേതാവാണെന്നാണ് അർത്ഥം. ഈ ലോകത്തെ നേതാവല്ല എന്നല്ല, ഈ ലോകത്തും നേതാവ് തന്നെ. പക്ഷെ കുറച്ചാളുകളെങ്കിലും അത് നിഷേധിക്കും. അതേ സമയത്ത് അന്ത്യനാൾ എല്ലാവരും പറയും, എല്ലാവരും പറയും. ഒരായത്തുണ്ടല്ലോ, مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا يعض الظالم على يديه അക്രമികൾ അവന്റെ രണ്ട് കൈയിനും കടിക്കും. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. ആ ദിവസം അക്രമികൾ എന്റെ രണ്ട് കൈകൾക്കും കടിക്കും. യഖൂലു പറഞ്ഞുകൊണ്ട് എന്ത് പറയും? യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല, എനിക്ക് റസൂലിന്റെ മാർഗത്തിൽ തന്നെ തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ. ആര് പറയും? എല്ലാ അക്രമികളും എല്ലാ കാഫിറും പറയും, എല്ലാവരും പറയും. ഇവിടെ വാലിം എന്ന് പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? വാലിം എന്ന് പറയാൻ കാരണം എന്താ? ഈ വാലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ തെറിച്ചുപോയവര്, മറ്റുള്ളവരൊക്കെയും. അപ്പൊ എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്ന, കാഫിറിനെയും കാഫിർ അല്ലാത്ത ഫാസിഖിനെയും ഉൾപ്പെടുത്തുന്ന വാക്കാണ് എന്ത്? വാലിം. യഖൂലു രണ്ട് കൈകൾക്കും കടിക്കും. യഖൂലു പറഞ്ഞുകൊണ്ട് കടിക്കും. എന്ത് കടിക്കും? യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ, എനിക്ക് റസൂലിന്റെ മാർഗം തന്നെ ആക്കാമായിരുന്നല്ലോ. യാ വൈലത്ത, എനിക്ക് സംഭവിച്ചു പോയ നാശമേ. ഞങ്ങൾ അക്രമികളാണെങ്കിലും ഇന്ന് ഈ നിമിഷം തന്നെ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണമേ. ഈ നിമിഷം നീ ഞങ്ങൾക്ക് മാപ്പ് തരണമേ. ഈ നിമിഷം നീ ഞങ്ങൾക്ക് മാപ്പ് തരണമേ. ഞങ്ങൾ വാലിമാണെങ്കിൽ ആ ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് വെട്ടിത്തരണമേ റബ്ബേ. ഈ നിമിഷം പുറത്തിരണമേ റബ്ബേ. ഈ നിമിഷം പുറത്തിരണമേ റബ്ബേ. അതന്നെ വീണ്ടും മനസ്സിലായി ആരാണ് കിരീടാവകാശി. എല്ലാവരും ആ മാർഗമാണ് ശരിയായ മാർഗം. എല്ലാവർക്കും ബോധ്യപ്പെടും. എനിക്ക് സംഭവിച്ചു പോയ നാശമേ പറയും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഭൂമിയുടെ ഉള്ളറ തുറന്ന് പുറത്ത് ചാടുന്ന ആദ്യത്തെ ആളും ഞാനായിരിക്കും. ശുപാർശക്ക് അധികാരം ആദ്യം എനിക്കായിരിക്കും. ആദ്യം ശുപാർശ സ്വീകരിക്കുന്നതും എന്റേതായിരിക്കും. മലക്കുകളൊക്കെ പിന്നെ ശുപാർശ ചെയ്യും, പക്ഷെ ആദ്യം ശുപാർശ ചെയ്യുന്നതും ഞാനാണ്, സ്വീകരിക്കപ്പെടുന്നതും എന്റേതാണ്. ഞാനാണ്. ഭൂമിയുടെ ഊത്ത് കഴിയുമ്പോൾ മനുഷ്യന്മാരെല്ലാം എന്ത് ചെയ്യും? വീണു. പിന്നെ ഭൂമിയുടെ ഉള്ളറ തുറന്ന് ആദ്യം പുറത്തു ചാടുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ ബോധം കെടുത്തപ്പെടും അന്ത്യനാളിൽ. ആദ്യം ബോധം തെളിഞ്ഞ് പുറത്തു വരുന്നത് ഞാനായിരിക്കുന്നതാണ്. അഥവാ ആദ്യം പുറത്തേക്ക് വരുന്നത് ഞാനാണ് എന്നർത്ഥം. ആരും ബോധം കെട്ട് കിടക്കും, ഞാൻ ആദ്യം പുറത്തു വരും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഹദീസ് കേട്ടോളി. ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും ഈ ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ കഅബിൻ ഖാല മാ മിൻ ഫജ്രിൻ യത്ലഉ ഇല്ലാ ഹബത 70000 മലക്കിൻ فيضربون قبر النبي بأجنحتهم ويحفون به ويستغفرون له ويصلون عليه حتى يمسوا فإذا أمسوا عرجوا وهبط 70000 ملك كذلك حتى يصبحوا إلى أن تقوم الساعة فإذا كان يوم القيامة خرج النبي في 70000 ملك. കേട്ടോളി. മാമിൻ ഫജ്റിൻ ഒരു പ്രഭാതവുമില്ല, യത്ലു ഉദിച്ചുയരുന്ന ഒരു പ്രഭാതവുമില്ല, ഇല്ലാ ഹബത്ത 70000 മലക്കിൻ 70000 മലക്കുകൾ ഇറങ്ങിയിട്ടല്ലാതെ. യദ്രിബൂന ഖബ്റ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ഹബീബ റസൂലുള്ളാഹിയുടെ പരിശുദ്ധ റൗളയെ അടിക്കും. ബി അജ്നിഹതിഹിം, അവരുടെ ചിറകുകൾ കൊണ്ട്. എത്ര? 70000. അല്ലാഹു പരിശുദ്ധ മദീനയിൽ ഞങ്ങളെ എത്തിക്കണമേ റബ്ബേ. പരിശുദ്ധ മദീനയിൽ ഞങ്ങളെ എത്തിക്കണമേ റബ്ബേ. പരിശുദ്ധ മദീനയിൽ ഞങ്ങളെ എത്തിക്കണമേ റബ്ബേ. പരിശുദ്ധ മദീനയിൽ
പരിശുദ്ധ മദീനയിൽ ഞങ്ങൾ എത്തിക്കണമേ റബ്ബേ, പരിശുദ്ധ മദീനയിൽ ഞങ്ങൾ എത്തിക്കണമേ റബ്ബേ. യദ്രിബൂന അവർ അടിക്കും ഖബറൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റൗള ശരീഫിനെ അടിക്കും ബി അജ്നിഹത്തിഹിം അവരുടെ ചിറകുകൾ കൊണ്ട്. വയഫൂന ബിഹി ഹബീബായ റസൂലുള്ളാഹിയുടെ ഖബർ ഷരീഫിനെ അവർ പൊതിയുകയും ചെയ്യും. വയസ്തഗ്ഫിറൂനഹു ഹബീബിന് വേണ്ടി പൊറുക്കലിനെ തേടും. വയുസല്ലൂന അലൈഹി ഹബീബിന് വേണ്ടി സ്വലാത്ത് ചെല്ലും. ഹത്താ യുംസു വൈകുന്നേരം വരെ. ഈ രാവിലെ ഇറങ്ങിയ മലക്കുകൾ ഇങ്ങനെ ഈ പണിയെടുക്കും. ഏതുവരെ? വൈകുന്നേരം വരെ. ഇദാ അംസൗ വൈകുന്നേരം ആയി കഴിഞ്ഞാലോ അറജു അവർ കയറിപ്പോകും. വേറൊരു 70,000 ഇറക്കി വരും. ഒരു 70,000 രാവിലെ മുതൽ ഡ്യൂട്ടിയില. ഹബീബ റസൂലുള്ളാഹി റളിയല്ലാഹു മദീനയിൽ പോയ അദബ് പഠിച്ചിട്ടല്ല മദീന പോകരുത്. മദീനയിൽ അദബ് പഠിക്കണം. മദീനയിൽ അദബ് പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ എവിടെയെങ്കിലും അദബിന്റെ ഒരു ചർച്ച വന്നാൽ മദീനയിൽ പാലിക്കേണ്ട അദബുകൾ ഞങ്ങൾക്ക് ഈ ക്ലാസ്സിനടി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വേറിട്ട് മദീനയിൽ പാലിക്കേണ്ട അദബുകൾ. തല ഉയർത്താൻ പോലും പാടില്ല, ഇങ്ങനെ തൂക്കി നിൽക്കുന്നു. ഇങ്ങനെ ബന്ധിക്കൂല. എന്തെങ്കിലും പദവികളെ തല ഉയർത്തി നോക്കുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കും. നിസ്കാരം 2 റക്അത്തിൽ പൂർത്തിയാക്കിയിട്ട് പോലും മിണ്ടിയില്ലല്ലോ, മിണ്ടിയില്ല. ബേക്കിൽ ഒരു പുതുവിശ്വാസി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു നിസ്കാരം അല്ലാഹു ഇനി മുതൽ 4 റക്അത്തിൽ 2 റക്അത്ത് മതി എന്ന് വന്നതോ അസ്ർ നിസ്കാരം എന്നെ ഓർമ്മ 4 2 തന്നതോ അംനസീത്ത നിങ്ങൾ മറന്നതോ? അപ്പോൾ പറഞ്ഞു കുള്ളുകാലിക്കലേ മുക്കും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഫതബസ്സമ അബൂബക്കർ ഉണ്ടായിട്ടുണ്ട് എന്ന വിധത്തിൽ സിദ്ദീഖുൽ അക്ബർ ചിരിച്ചു. ഫഖൂമു ഫനുസല്ലി റക്അത്തൈൻ നസിയ നബിയു തശ്രീഅൻ അവിടുത്തെ ശറഅ് വിശദീകരിക്കാൻ വേണ്ടി റസൂൽ അവിടെ മറന്നു. അവിടെ റസൂൽ മറന്നു. എന്തിനാണ് ഖിയാമത്ത് നാൾ വരെ മറക്കുമല്ലോ ജനങ്ങൾ. അപ്പോൾ അവിടെ ശറഅ് ഇട്ടണ്ടേ, അതിന് വേണ്ടി നബി അവിടെ എന്ത് ചെയ്തു? മറന്നു. തശ്രീഅൻ ശറഅ് വിശദീകരിക്കാൻ വേണ്ടി നബി മറന്നു. എന്നിട്ട് തൊട്ട് ബേക്കൽ സിദ്ദീഖുൽ അക്ബർ മിണ്ടിയില്ല. എന്താ വിചാരിച്ച്? എന്താ റസൂലുള്ളാഹ് ഒരാൾ ഒഴിവാക്കിയാൽ അല്ലാഹു സ്വീകരിക്കൂല, ഒരിക്കലും ഉണ്ടാവില്ല. റസൂലുള്ളാഹിനെ ഒരാൾ സ്വീകരിച്ചാൽ അയ്യം ഖാൻ എന്ത് ഫാസിക്കാണെങ്കിലും അല്ലാഹു സ്വീകരിക്കും. ഫാസിക്ക് ആയിക്കോട്ടെ, ആക്ബത്ത് ഫാസിക്കാണോ ആയിക്കോട്ടെ, ഒരു ദിവസം നന്നാവും. എത്ര മുട്ടക്കയാണെങ്കിലും റസൂലുള്ളാഹി നിന്നിച്ചാൽ ആക്ബത്ത് നഷ്ടവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫാസിക്കാൻ വേണ്ടി പറയല്ല, ഫാസിക്കാണെങ്കിലും അല്ലാഹു റസൂലിനെ ബഹുമാനിച്ചു ആക്ബത്ത്. എത്ര എന്നായാലും കണ്ടില്ല അല്ലാഹുവിന്റെ ഹബീബിനെ നിസ്സാരപ്പെടുത്തിയാൽ ആക്ബത്ത് നഷ്ടം ഒക്കെ റസൂലുള്ളാഹിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിവരെ ഹദീസ് കണ്ടോൾ മാമിൻ ഫജ്രിൻ യത്ലു ഇല്ലാ ഹബത്ത 70000 മലക്കിൻ യദ്രിബൂന ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശരീഫ് ബി അജ്നിഹതിഹിം വയഹഫൂന ബിഹി വയസ്തഗ്ഫിറൂന ലഹു വയുസല്ലൂന അലൈഹി ഹത്താ യുംസു വൈകുന്നേരം വരെ. വൈകുന്നേരമായാലോ അർജു അവർ കയറിപ്പോവും. വഹബത്ത 70000 മലക്കിൻ വേറൊരു 70,000 മലക്കുകൾ ഇറങ്ങി വരും. കദാലിക അപ്രകാരം അവരും ചെയ്യും. ഹത്താ യുസ്ബിഹു സുബ്ഹി വരെ ഇലാ അൻ തഖുമ സാ ഖിയാമത്ത് നാൾ വരെ. ഈ പണി എന്നും നടക്കും. ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ ഈ പണി നടന്നുകൊണ്ടേ ഉണ്ടാവും. എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരം ഇങ്ങനെ ഷിഫ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ കാന യൗമുൽ ഖിയാമ അന്ന് നാളെ ആയി കഴിഞ്ഞാലോ ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ 70000 മലക്കിൻ 70,000 മലക്കുകളുടെ കൂട്ടത്തിൽ റസൂൽ ഇറങ്ങി വരും. 70,000 കൂട്ടത്തിൽ നബി ഇങ്ങനെ ഇറങ്ങി വരും. രാവിലെ വൈകുന്നേരം ഉണ്ടാവും. പിന്നെ ഖിയാമത്ത് നാളാവുന്നതിന് വരെ എങ്ങനെ ഉണ്ടാവും? ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ 70,000 മലക്കുകളുടെ കൂട്ടത്തിൽ മുത്തു മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ ഇറങ്ങി വരും. ഈ ഹദീസ് ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഇമാം തുബ്രാനിയും ഇമാം ഹാക്കിമും രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് നമുക്ക് കാണാം. ഇമാം തുബ്രാനി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹാക്കിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഹദീസും കൂടി കാണാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരും മഹ്ശറിൽ എല്ലാ നബിമാരും വരും. മൃഗങ്ങളുടെ പുറത്ത് ഞാൻ ബുറാഖിന്റെ പുറത്തും ബിലാൽ വരും. മഹ്ശറിൽ വരും സ്വർഗത്തിലെ ഒട്ടകങ്ങളിൽപ്പെട്ട ഒരു ഒട്ടകം അല്ലാഹു തആല മഹ്ശറിലേക്ക് അനുവദിക്കും, ഖബറിന്റെ അടുത്തേക്ക് അനുവദിക്കും. ബിലാൽ റളിയല്ലാഹുവിന്റെ ഖബർ ഡമാസ്കസിന്റെ പരിസരത്താണ്. ആ ഖബറിന്റെ അടുത്തേക്ക് അല്ലാഹു തആല സ്വർഗത്തിലെ ഒട്ടകത്തിനെ പറഞ്ഞേക്കും. ആ ഒട്ടകപ്പുറത്താണ് ആര് വരിക? സയ്യിദുനാ ബിലാൽ. അല്ലാഹ് ഫയുനാദി ബിൽ അദാനി മഹ്ലാ. ബാങ്ക് കൊടുത്തുകൊണ്ടാണ് ബിലാൽ വരൂല. സ്വർഗത്തിലെ ഒട്ടകപ്പുറത്ത് ബാങ്കും കൊടുത്തുകൊണ്ട് വരും. ആര്? സയ്യിദുനാ ബിലാൽ. ബിലാലെങ്ങാനും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഷഹിദ ലഹുൽ മുഅ്മിനൂന മിനൽ അവ്വലീന വൽ ആഖിരീൻ
ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെ എല്ലാ മുഅ്മിനീങ്ങളും പറയും ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. എല്ലാവരും പറയുന്നുണ്ട് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. اللهم اجعلنا منهم، 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 اللهم اجعلنا منهم. آمين آمين. നോക്കിനകം حتى إذا قال يا رضي الله എന്ന് പറഞ്ഞു എവിടെത്തും? അശ്ഹദു അന്ന മുഹമ്മദൻ എന്നിടത്തെത്തുമ്പോൾ ഷഹീദ ലഹു അൽ മുഅ്മിനൂന മിനൽ അവ്വലീന വൽ ആഖിരീൻ. അല്ലാഹ് 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 അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പറയും, എന്ത് പറയും? അശ്ഹദു അന്ന, എന്റെ ഈടവകാശി മുഹമ്മദ് മുസ്തഫയാണ്. ആ പേര് കെട്ടലൊക്കെ കഴിയില്ല. എല്ലാ മുഅ്മിനീങ്ങളും മിനൽ അവ്വലീന വൽ ആഖിരീൻ എല്ലാവരും എന്ത് പറയും? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ ബുറാഖിന്റെ പുറത്താണ്, മറ്റു നബിമാർ ഒട്ടകപ്പുറത്താണ്, ബിലാലോ സ്വർഗത്തിൽ നിന്നുള്ള ഒട്ടകപ്പുറത്താണ്. അവിടുത്തോണ്ടാ വരിക. മുഹമ്മദ് എന്ന് ബിലാൽ പറയുമ്പോഴെല്ലാം എല്ലാ മുഅ്മിനീൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലത്തെയും മുതൽ അവസാന കാലത്ത് വരെ ഏതൊരാൾക്കാണ് മണി തൂക്കം ഈമാനുണ്ടോ ആ ബാങ്കിന് ജവാബ് കൊടുക്കും. എന്റെ വാക്കെത്തിക്കഴിഞ്ഞാൽ എന്ത് പറയും? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ പറയുന്ന പലരും മറ്റു നബിമാരെ സ്വഹാബികളാ, ഉമ്മത്വാ. പക്ഷേ എന്റെ വാക്ക് ഖിയാമത്ത് നാളിൽ കേൾക്കൂ, എനിക്ക് ജവാബ് പറയൂ. നൂഹ് നബിന്റെ അനുയായികളുണ്ട്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരാ. സാലിഹ് നബിന്റെ അനുയായികളുണ്ട്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാലിഹ് റസൂലുള്ളാഹ് ആണ് മിനൽ അവ്വലീന, അതായത് നമ്മളെക്കാൾ ആദ്യം വന്നവരാണ് അവ്വലീന. ഇങ്ങനെ ഹൂദ് നബിന്റെ അനുയായികളുണ്ട്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൂദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദാവൂദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുലൈമാൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവര് അലൈഹിമുസ്സലാത്തു വസ്സലാം. അവരെല്ലാം ആ ജനതയെല്ലാം ബിലാലിന്റെ ബാങ്ക് കേൾക്കും. അപ്പോൾ അവരെല്ലാരും പറയുന്നുണ്ട് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഞങ്ങൾക്കുറപ്പാണ് യഥാർത്ഥ റസൂൽ മുഹമ്മദാണ് എന്ന് ഞങ്ങൾക്കുറപ്പാണ്. കിരീടാവകാശി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദ്. ചൊല്ലി ചൊല്ലി അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദ്. الحمد لله الذي جعلنا من أمة محمد. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم. كلما ذكره الذاكرون وغفل عن ذكره الغافلون. എന്നൊരു വരി ഉണ്ടല്ലോ മങ്കൂസൂലൂദ്. ഒക്കെ വലിയ വാക്കാ, വലിയ വാക്ക്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. വേറെ ഹദീസ് കേട്ടോളൂ. عن كثير بن مرة الحضرمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم സാലിഹിന് അലൈഹിസ്സലാത്തു വസ്സലാമിന് വരുമ്പോൾ ആ ഒട്ടകപ്പുറത്താണ് വരിക. ആ ഒട്ടകത്തിന് അല്ലാഹു തആല സാലിഹിന്റെ അലൈഹിസ്സലാം ഖബറിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ആ ഒട്ടകപ്പുറത്താണ് വരിക. ആര്? സയ്യിദുനാ സാലിഹ് അലൈഹിസ്സലാം. ഫയർകബുഹാ മിൻ ഇൻദി ഖബരിഹി ഹത്താ യുവാഫി ബിഹിൽ മഹ്ശർ. മഹ്ശറിലേക്ക് സാലിഹ് നബി എത്തിക്കുന്നത് ആ ഒട്ടകമായിരിക്കും. ഏതൊട്ടകം? വശംസി വല്ളുഹാഹാ والقمر إذا تلاها والنهار إذا تلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها وقال لهم رسول الله ناقة الله وسقياها. സൂറത്തു ഷംസിലുണ്ട്. ഷംസി അവിടെ ഉണ്ട്. അവരുടെ റസൂലാണ് ആര്? സയ്യിദുനാ സാലിഹ്. സാലിഹ് നബിയുടെ ഒട്ടകത്തെ തമ്മാടികൾ അറക്കാൻ ഒരുങ്ങിയപ്പോൾ സാലിഹ് നബി പറഞ്ഞില്ലേ ആ ഒട്ടകത്തിന് തൊട്ടുപോയത് അത് അള്ളാന്റെ പ്രത്യേകമായ ഒട്ടകമാണ്. ഫഖാല ലഹും റസൂലുള്ളാഹി. ഈ ഒട്ടകത്തിനെ സാലിഹ് നബിയുടെ ഖബറിന്റെ അടുത്തേക്ക് മഹ്ശറ തുടങ്ങുമ്പോൾ അള്ളാഹ് പറഞ്ഞേക്കും. ആ ഒട്ടകപ്പുറത്ത് കയറും ആര്? സയ്യിദുനാ സാലിഹ് മിൻ ഇൻദി ഖബരിഹി. എവിടുന്ന് എന്നെ കയറും? ഇങ്ങനൊക്കെ മഹ്ശറയ്ക്ക് വരും. ഫഖാല മുആദുൻ. അപ്പോൾ മുആദ് ബിൻ ജബൽ, മുആദിന്റെ വാക്കിന്റെ പേരിട്ട് ഉണ്ടാക്കിയ മുആദ് എന്ന് പറഞ്ഞാൽ അവ്വലു മുആദാമര ആലിമുൻ ബി ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം മുആദ് ബിൻ ജബൽ. എന്റെ സമുദായത്തിൽ ഹലാലും ഹറാമും വേറിട്ടറിയുന്ന ഏറ്റവും വലിയ ആൾ മുആദ് ബിൻ ജബലാണ്. ആ മഹാനെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങൾ പെടുത്തണമേ റബ്ബ്. വലിയക്കാരൻ ചെറുപ്പക്കാരനായപ്പോൾ മരിച്ചുപോയി. എന്തോ ഒരു വർത്താനം. ജോർദാൻ കാണുമല്ലോ ഖബർ. ആരുടെ? മുആദ് റളിയല്ലാഹു അൻഹു.
മുആദ് എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് നാവുമ്മ പറഞ്ഞാൽ തീരാത്ത ആളാണ് മുആദ് റളിയല്ലാഹു. ഏതൊരു നാട്ടിൽ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം പരിഹരിക്കാൻ റസൂലുള്ളാഹി കലാരിയ മുആദ് ഒരു വർത്താനം പറഞ്ഞാൽ അതിന് മേലെ പറയാൻ കഴിയില്ല. മുആദ് കരഞ്ഞുകൊണ്ട് റളിയല്ലാഹു. മുആദിന് ഇവിടുന്ന് പോലും ഇഷ്ടമല്ല, റസൂലുള്ളാഹി തൊട്ടടുത്തിരിക്കുന്ന ഇഷ്ടം. റസൂലുള്ളാഹി പറഞ്ഞേക്കും. അവസാനം എന്നെ യമനിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഞാൻ നിർബന്ധാവസ്ഥയിൽ പോയി. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരും, അപ്പോൾ എപ്പോഴും ദിക്റില്ലണേന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വരുമ്പോൾ ഫാത്തായി പോയിട്ടുണ്ട്. അതാ മുആദ് യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമാ. അതാ മുആദ്, എൻ്റെ ഈ മുആദ് ഉണ്ടല്ലോ, യഅതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വരിക അമാമൽ ഉലമായി, ആലിമീങ്ങളെ മുന്നിലായിരിക്കും. എൻ്റെ ഈ മുആദ് ആരാണ്? യഅതി യൗമൽ ഖിയാമ, എൻ്റെ ഈ മുആദ് വരും. യഅതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അമാമൽ ഉലമായി, എല്ലാ ആലിമീങ്ങളുടെയും മുന്നിലാണ് മുആദ് വരിക. റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ അവരെ തൊട്ടടുത്ത് തന്നെയാണ് അബ്ദുറഹ്മാൻ മുആദ്. അവര് പ്ലേഗിൽ മരിച്ചതാണ്. ഒരു കാല മുസീബത്തിന്റെ രോഗത്തിൽ മരിക്കണമെന്നും അതൊന്നും ഒരു കുറ്റല്ല. എത്രയോ സ്വഹാബികൾ അങ്ങനെ മരിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ഏറ്റവും വിശ്വസ്തനാണ് ആര്? സിദ്ദീഖിലൊക്കെ ഒരു വിശ്വസ്തൻ അല്ലാഞ്ഞിട്ടല്ല. റസൂലുള്ളാഹി വിശ്വസ്തൻ എന്ന് പറഞ്ഞ ഒരാളായിരിക്കും വിശ്വസ്തൻ, വേറൊരാൾ വിശ്വസ്തൻ അല്ലാഞ്ഞിട്ടല്ല. 10 ആൾക്ക് സ്വർഗം ഉണ്ട് പറഞ്ഞാൽ 11ാമത്തെ ആൾക്ക് സ്വർഗം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇവര് വേറിട്ടൊരു ജനതയാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും വിശ്വസ്തനാരാ? അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് അമീനു ഹാദിഹിൽ ഉമ്മ. ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. ജറാഹിന്റെ മേൽ വാളും കൊണ്ട് ചാടിയതും ആര് തന്നെ? അബൂ ഉബൈദ തന്നെ. യഥാർത്ഥ പേര് ആമിർ, കുഞ്ഞത്യാലമാണ്. എന്ത് വിളിപ്പേരാണ്? എന്ത്? അബൂ ഉബൈദ. നീ മറക്കരുത്, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്. എവിടെയാ ഖബർ? ജോർദാനിൽ. അതിനുവേണ്ടി വലിയ മഖ്ബറ കെട്ടിയിട്ടുണ്ട്. വലിയ മഖ്ബറ. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് തന്നെ മസ്ജിദ് അബൂ ഉബൈദ എന്നാണ്. അബൂ ഉബൈദയുടെ പേരിലുള്ള പള്ളിയാണ്. ജോർദാനിലാണ് ഈ സംഭവം. ഏതാണ് ഈ സംഭവം? യർമൂക്ക് യുദ്ധം. മരിച്ചത് എങ്ങനെയാ? പ്ലേഗിൽ മരിച്ചു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മരിച്ചത് പ്ലേഗിലാണ്. അന്ന് ഖലീഫ ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നാമത്തെ ഖലീഫ ആരാവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ ലജഅൽതുഹു ഖലീഫത്തൽ മുഅ്മിനീൻ ലിഅന്നി സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ. ഇനി മൂന്നാമത്തെ ഖലീഫ ആര് എന്ന് ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ, ഇന്ന് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ലജഅൽതുഹു ഖലീഫത്തൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഖലീഫയായി ഞാൻ ആരെ പേര് നിർദ്ദേശിക്കും? അപ്പോൾ എന്റെ അന്നി സമിഅതു മിൻ റസൂലില്ലാഹ്, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിൽ ഹബീബാ റസൂലുള്ളാഹി ഇരുമ്പിന്റെ വളയം, ശത്രുക്കളുടെ യുദ്ധത്തിനിടയിൽ ഇരുമ്പിന്റെ വളയം റസൂലുള്ളാഹി ഇവിടെ തറച്ചു, കോട്ടിച്ചിട്ട് പൊറച്ചെടുത്തു. ആ ഇരുമ്പിന്റെ വളയം പൊറച്ചെടുത്തു. അപ്പോഴത്തിന് എന്തായി? അല്ലേ 38ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. വയസ്സെത്ര ആയടാ നമുക്കൊക്കെ? എന്താണ് ചെയ്തത്? 38ാമത്തെ വയസ്സിൽ മരിച്ചു. ആ ബാല്യക്കാരനെ പറ്റിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്. എന്ത്? ഇന്ന് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ ഖലീഫ അബൂ ഉബൈദ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പറയും. എന്റെ ഈ സമുദായത്തിൽ ഏറ്റവും വിശ്വസ്തനാണ് ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. വെറുതെ ഇരിക്കല്ല. മുആദിനെ പറഞ്ഞുകൊണ്ട് പറയാം, തൊട്ടടുത്താണ്, അടുത്തടുത്ത് തന്നെ അവരെ ഖബർ. ചെറിയ വ്യത്യാസമുണ്ട്. മലയുടെ അങ്ങേ ഭാഗത്താണ് മുആദ് റളിയല്ലാഹു അൻഹു. ഇവരെ ഞാൻ ഇത് പറയാൻ കാരണം, പ്ലേഗിൽ മരിച്ചു. രണ്ടൊരു പ്ലേഗിൽ മരിച്ചു. ഒന്നും മനുഷ്യന് മോശമല്ല. പ്ലേഗിൽ മരിച്ചതാണ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു. മുആദാണ് ഈ ഹദീസിന്റെ റിപ്പോർട്ടർ. ഇത് പറയാൻ നമ്മുടെ വിഷയം കൊണ്ട് മഹാനായ സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഈ ഹദീസാണ് ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഖസായിസുൽ കുബ്ര എന്ന കിതാബാണ് എൻ്റെ കയ്യിലുള്ളത്. എന്താ പറയുന്നത്? തുബഅതു നാഖതു സമൂദ ലിസ്വാലിഹിൻ ഫയർകബുഹാ മിൻ ഇൻദി ഖബ്രിഹി ഹത്താ തുവാഫിയ ബിഹിൽ മഹ്ശർ ഫഖാല മുആദ്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ സദസ്സിൽ ആരുണ്ട്? സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു. അൻത തർകബുൽ അൽബാ യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒട്ടകപ്പുറത്താണോ വരിക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ഹിജ്റയിൽ മുസ്തഫ നബിയെ കൊണ്ടുവന്ന ആ ഒട്ടകപ്പുറത്താണോ അങ്ങ് വരിക യാ റസൂലല്ലാഹ്? ലാ തർകബുഹാ ഇബ്നതി, അതെന്റെ മകൾ ഫാത്തിമ കൊടുക്കും.
رضي الله عنها لخمسة أطفي بها حر الوباء الحاطمة المصطفى والمرتضى وبناهما والفاطمة لخمسة أطفي بها حر الوباء الحاطمة المصطفى والمرتضى وبناهما والفاطمة لخمسة أطفي بها حر الوباء الحاطمة المصطفى والمرتضى وبناهما والفاطمة. ഖബറിന്റെ ഫാത്തിമ ബീവിന്റെ ഖബറിന്റെ അടുത്തേക്ക് എന്റെ ഒട്ടകം ചെല്ലും. ആ ഒട്ടകപ്പുറത്താണ് എന്റെ മകൾ ഫാത്തിമ വരിക. ഞാനല്ല, എന്റെ ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് ഞാനല്ല. അതാരായിരിക്കും? എന്റെ ഫാത്തിമയായിരിക്കും. ഞാൻ ബുറാഖിന്റെ പുറത്താണ്. ബുറാഖ് കൊണ്ട് അല്ലാഹു എന്നെ പ്രത്യേകമാക്കി. മിൻദൂനിൽ അംബിയാ യൗമഇദിൻ, അന്നത്തെ ദിവസം ഒരു നബിക്കും അല്ലാഹു ബുറാഖിനെ കൊടുക്കുകയില്ല. ഞാൻ ഉണ്ടാവുമ്പോൾ വേറെ നബിക്ക് ബുറാഖ് ഉപയോഗിക്കുന്ന കാര്യമില്ല. മിൻദൂനിൽ അംബിയാ, ഒരു നബിമാർക്കും അന്ന് ബുറാഖ് കിട്ടൂല. ആർക്ക് മാത്രം? എനിക്ക് മാത്രം. ഞാനാണ് ബുറാഖ്. മറ്റുള്ള നബിമാരോ വേറെ വാഹനപ്പുറത്തോ. ഞാനോ ബുറാഖിനോർത്ത്. എന്റെ ഒട്ടകം ആരുപയോഗിക്കും? മകൾ ഫാത്തിമ ഉപയോഗിക്കും. അള്ളാഹു അതൊക്കെ ഉപയോഗിക്കുന്നവരുപ്പെടുത്തട്ടെ. അള്ളാഹു തആല മുഅ്മിനീങ്ങളെ ഖബറിന്റെ അടുത്തേക്ക് മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹു വാഹനങ്ങളെ കൊടുത്തേക്കും എന്ന ഹദീസ് ഷരീഫിൽ വേറെ ഉണ്ട്. പേടിക്കണോ വേണ്ട. അള്ളാഹു മുഅ്മിനീങ്ങളെ നമ്മളെ പെടുത്തട്ടെ. നടക്കേണ്ടി വരില്ല. മുഅ്മിനീങ്ങളെ ഖബറിന്റെ അടുത്തേക്ക് ആര് വരും? മാനം വരും. ഉറപ്പ്. സംശയിക്കുന്നുണ്ട്. അതിനെന്ത് നിങ്ങൾ ഓടിക്കണം? നമ്മൾ ആരായാ മതി? മുഅ്മിനായാൽ മതി. നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത വാഹനം ഖബറുകൾ ഒരു അടി നടക്കേണ്ടി വരില്ല. എല്ലാവരും അവനവന്റെ ഈമാൻ അനുസരിച്ച് വാഹനം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ. ഒരു അടി നമ്മൾ നടക്കേണ്ടി വരില്ല. നടക്കും. ആർക്ക് വേണ്ടി? അള്ളാഹുക്ക് വേണ്ടി. ഏത് കാലത്ത്? ദുനിയാവിന്റെ കാലത്ത്. ഇവിടെ വെച്ച് നടക്കും. അവിടെ നമ്മൾ നടക്കൂല. അവിടെ ആര് വരും? വാഹനം വരും. എത്രയോ ഉണ്ട്, എത്രയോ ഉണ്ട്. ഞാൻ ബുറാഖിന്റെ പുറത്തുമായിരിക്കും. സ്വർഗത്തിലെ ഒട്ടകക്കൂട്ടങ്ങളിൽപ്പെട്ട ഒരൊട്ടകപ്പുറത്താണ് വരിക. സയ്യിദ്നാ ബിലാൽ യുനാദി അലാ ളിഹ്രിഹാ ബിൽ അദാൻ. അതിന്റെ പുറത്തിരുന്നു കൊണ്ട് തന്നെ ബിലാൽ ബാങ്ക് കൊടുത്തുകൊണ്ടേ ഉണ്ടാവും. യുനാദി അലാ ളിഹ്രിഹാ, ആ ഒട്ടകത്തിന്റെ മുതുകത്തിരുന്നു കൊണ്ട് തന്നെ വിളിച്ചു പറയും. ബിൽ അദാനി, ബാങ്ക് കൊണ്ട്. ആര്? സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ബാങ്ക് കൊടുക്കും. എവിടുത്തെ ഒട്ടകാണ്? സ്വർഗത്തിലെ ഒട്ടകം. സയ്യിദ്നാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഈ ബാങ്ക് അമ്പിയാക്കൾ കേട്ട് കഴിഞ്ഞാൽ, അവരുടെ ഉമ്മത്തുകളും കേട്ട് കഴിഞ്ഞാൽ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഖാലു, അവരും പറയും, വനഹനു നശ്ഹദു അലാ ദാലിക, മുഹമ്മദിന് നീയാണ് അല്ലാഹുവിന്റെ റസൂൽ എന്നതിന് ഞങ്ങളും സാക്ഷിയാണ്. ഈ നബിമാരും ഉമ്മത്തും എന്ത് പറയും? അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂൽ മുഹമ്മദ് മുസ്തഫയാണ് എന്നതിന് ഞങ്ങളും സാക്ഷിയാണ് എന്നവരും വിളിച്ചു പറയും. ആ സന്തോഷമൊക്കെ ഒന്ന് കാണാനല്ലോ നമുക്ക് തൗഫീഖ് തരട്ടെ. കുറച്ച് പ്രയാസം ഉണ്ടാവുള്ളൂ, എന്ന് വിചാരണ്ട. അള്ളാഹുവിനെ നമ്മളെ സഹായിക്കും. അള്ളാഹുക്ക് പട്ടാളങ്ങൾ എത്ര ഉണ്ട് എന്നാണ് വിചാരിച്ചു. അള്ളാഹ്ക്ക് ഒരുപാട് പട്ടാളങ്ങളുണ്ട്. ആ പട്ടാളങ്ങൾ എപ്പോഴും ഉണ്ട്, റോന്തി വിറ്റുകൊണ്ടേയിരിക്കും. പിന്നെ പട്ടാളം നിലത്തിറങ്ങേണ്ട ആളും പട്ടാളത്തിന്റെ ആൾ വന്നാലേ പട്ടാളം ഇറങ്ങണ്ടുള്ളൂ. നമ്മൾ ആരാളാകണം? പട്ടാളത്തിന് ആളാകണം. പട്ടാളം വരും. പട്ടാളം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ തൊട്ടാൽ പട്ടാളം വരും. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഭയപ്പെടുത്തിയാൽ പട്ടാളം. അള്ളാഹു പട്ടാളം. ജിന്നുകളിലും പട്ടാളമുണ്ട്, മലക്കുകളിൽ പട്ടാളമുണ്ട്. ജിന്നുകളിൽ പട്ടാളമുണ്ട്, മലക്കുകളിൽ പട്ടാളമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേറൊരു ഹദീസ്. ഇമാം ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യനാളായി കഴിഞ്ഞാൽ ഇദാ കാന യൗമുൽ ഖിയാമ ഉഅതാഹുല്ലത മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യേക പട്ടുവസ്ത്രം എനിക്ക് നൽകപ്പെടും. പിന്നെ ഞാൻ അർശിന്റെ വലഭാഗത്ത് പോയി നിൽക്കും. ആ സ്ഥലത്ത് ഈ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് നിൽക്കാനും അധികാരമില്ല. ഇപ്പോൾ മനസ്സിലായി ആരാ കിരീടാവകാശിയാ? മുഹമ്മദ് മുസ്തഫ. ഞാൻ അർശിന്റെ വലഭാഗത്ത് പോയി നിൽക്കും. ഇതെന്താ പറഞ്ഞത്? സൃഷ്ടികളിൽ ഒരാൾക്കും ഇല്ല
അൻ യഖൂമ ദാലികൽ മഖാമ, ആ സ്ഥലത്ത് പോയി നിൽക്കാനുള്ള അവകാശം എനിക്കല്ലാതെ ഞാന് അന്ത്യനാളായി കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു സ്ഥലത്ത് പോയി നിൽക്കും. അവിടെ പോയി നിൽക്കാൻ എനിക്കല്ലാത്തൊരാൾക്ക് അവകാശം ഖതീബുൽ മഹ്ശർ, മഹ്ശറിൽ ഒരാൾ പ്രസംഗിക്കും. മുഹമ്മദ് മുസ്തഫ ഖതീബുൽ മഹ്ശറ, മഹ്ശറിലെ ഖതീബ്. ഇവിടെ ആർക്കും ഖതീബാകാം. അവിടെ പക്ഷേ ഖതീബ് മുഹമ്മദ് മുസ്തഫ മാത്രം. രണ്ടാമത്തെ ആളില്ല, രണ്ടാമത്തെ മിണ്ടൂല. അമ്പിയാക്കളിൽപ്പെട്ട ഒരു സാഹിത്യകാരനായ പ്രഭാഷകനാണ് ആര്? സയ്യിദുന ഹൂദ്, സയ്യിദുന ഹാറൂൻ. അഖീ ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി വലാ അംലികു ഇല്ലാ നഫ്സി വഅഖീ. അമ്പിയാക്കളിലെ ഏറ്റവും തിളങ്ങുന്ന ഒരു പ്രഭാഷകനാണ് ആര്? സയ്യിദുന ഹാറൂൻ. അഖീ ഹാറൂൻ, എന്റെ സഹോദരൻ ഹാറൂൻ. ഹുവ അഫ്സഹു മിന്നി, എന്നെക്കാൾ ഏറ്റവും വലിയ സാഹിത്യകാരനാണ് എന്ന് പറഞ്ഞു സയ്യിദുന മൂസ. മനസ്സിലായില്ലേ? ആ ആൾ പോലും ആ ദിവസം ഞാൻ സംസാരിക്കും. ആർക്കും മിണ്ടാൻ അധികാരമല്ല. ഇല്ലാമൻ അതിനല്ല റഹ്മാൻ റഹ്മാൻ, അതെനിക്കായിരിക്കും. അള്ളാഹു സമ്മതം കൊടുക്കാത്ത ഒരാൾ അന്ന് സംസാരിക്കുകയില്ല. അള്ളാഹു മഹ്ശറിൽ സംസാരിക്കാൻ അധികാരം കൊടുക്കുന്ന ആൾ ആരാണ്? മുഹമ്മദ് മുസ്തഫയാണ്, പുണ്യ മുഹമ്മദ് മുസ്തഫയാണ്. മിണ്ടാൻ അധികാരമില്ല. കൊടി റസൂലുള്ളാഹിന്റെ കയ്യിലായിരിക്കും ആ ഭാഗത്തേക്ക് വരാം. അതായത് മഹ്ശറിൽ റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് ഒരാൾ നിൽക്കൂല, പിന്നെ സ്വർഗത്തിലേക്ക് കയറിപ്പോകും. ആ ഉന്നതമായ സ്ഥലമാണ് എന്ത്? യഥാർത്ഥ യമീനുൽ അർശിലുള്ള മഖാം മഹ്മൂദ്. അതിനുവേണ്ടി നമ്മൾ ദ്വാരക്കണം. ഇതിന്റെ താഴെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന്റെ താഴെയാണ് ഏത്? ജന്നത്തു അദ്ൻ. ജന്നത്തുൽ അദ്നിന്റെ മുകൾ ഭാഗമാണ് മഖാം മഹ്മൂദ്. അത് മൊത്തം ഏരിയ ജന്നത്തുൽ ഫിർദൗസ്. ജന്നത്തുൽ ഫിർദൗസിലെ പ്രത്യേക ഏരിയയാണ് ജന്നത്തു അദ്ൻ. ജന്നത്തു അദ്നിന്റെയും മുകൾ ഭാഗമാണ് മഖാം മഹ്മൂദ്. അതിന്റെ മുകളിൽ മൊത്തം ഏരിയന്റെ പേരാണ് എന്ത്? ജന്നത്തുൽ ഫിർദൗസ്. പിന്നെ തട്ടുകളായിരിക്കും, ഇങ്ങനെ കയറും. സ്വർഗം എന്നൊരു വിഷയം പറഞ്ഞ് പൗതിയാക്കിയിട്ടുണ്ട്. ഈ റമദാനിൽ പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞാലും കൊറോണ നിർത്തിപ്പോയല്ല. ബാക്കി പ്രസംഗിക്കും ഈ നോമ്പിൽ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഒക്കെ പറയും ഇൻഷാ അല്ലാഹ്. നമുക്ക് തൗഫീഖ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ കൊല്ലം അതിന്റെ ബാക്കി പറയാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗം ഭയങ്കര രസമാണ്. ഞാൻ കിതാബ് നോക്കുമ്പോൾ പിന്നെ എല്ലാ രാത്രി അല്ലാഹു തആല അതിനോടാണ് പറയുക, ഒരുങ്ങിക്കോ ആളുകൾ വരുന്നുണ്ട്. ഇത് ജന്നത്ത് അദ്നാണ്. എല്ലാ രാത്രി അല്ലാഹു എന്തിനു നോക്കും? ജന്നത്തു അദ്നിനെ നോക്കും. ജന്നത്തുൽ ഫിർദൗസിലെ പ്രത്യേക ഏരിയയാണ് എന്ത്? ജന്നത്തു അദ്ൻ. ആ അദ്നിനോട് പറയും, ഒരുങ്ങിക്കട്ടോ, ഈ നേരത്ത് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുന്നവരുണ്ടോ, നിനക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, നീ അവർക്ക് വേണ്ടി തയ്യാറാകുക. പാതിരാത്രി കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന ആളുകൾക്കാണ് എന്ത് സ്വർഗം? ജന്നത്തു അദ്ൻ. അവിടേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് ജന്നത്തു അദ്ൻ. അതിന്റെയും മുകൾ ഭാഗമാണ് ഏത്? മഖാം മഹ്മൂദ്. അതിന്റെ മുകളിൽ എന്താണ്? അർശ. അതൊക്കെ എന്താ അതിന്റെ ഒക്കെ രസം? അർശിലുള്ള എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ശബ്ദങ്ങൾ, കാര്യങ്ങളും എല്ലാം എവിടെ കേൾക്കും? മഖാം മഹ്മൂദ് കേൾക്കും. ജന്നത്തെ അതിനൊക്കെ ഒരു ലോക. എന്താ അതിന്റെ ഒക്കെ രസം? നമ്മൾ വിചാരിച്ചൊന്നുമല്ല, വേറൊരു സംഗതിയാണ്. അല്ലാഹു തആല അവിടെ എത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ.